ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഇത് മൂന്നും ഉണ്ടാക്കുന്നതാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ച് വേണം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മുടെ ഹുക്കിൽ ഒരു യാൺ ഓവർ ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ച് വിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ആ ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുമ്പോൾ 3 ലൂപ്പ് വന്നു. വീണ്ടും വർക്കിംഗ് യാൺ എടുത്ത് ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ചെയിനിലെ ലൂപ്പിനുള്ളിലൂടെ വലിച്ച് പുറത്തേക്ക് എടുത്തതിന് ശേഷം അപ്പം 3 ഇത് വന്നു. 3 ലൂപ്പായിരിക്കും ഹുക്കിലുണ്ടാവുക. വീണ്ടും ആ വർക്കിംഗ് യാൺ എടുത്തിട്ട് പുറത്തേക്ക് വലിക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ യാൺ ഓവർ ചെയ്തതിന് ശേഷം ചെയിൻ സ്റ്റിച്ചിലെ ലൂപ്പിനുള്ളിലൂടെ കടത്തി വർക്കിംഗ് യാൺ പുറത്തേക്ക് എടുത്ത് യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുത്ത് അപ്പം 3 ലൂപ്പ് വരും. അപ്പോൾ വീണ്ടും ഒന്നും കൂടി വർക്കിംഗ് യാൺ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നതാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെയായിരിക്കും ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വരുന്നത്. ആദ്യം നമ്മൾ നോട്ടാണ് ചെയിൻ, പിന്നെ സിംഗിൾ ക്രോഷ്യ ആണ്. ഇതിപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഈ ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കട്ട് ചെയ്തെടുത്തുന്ന സിമ്പിളായിട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ തയ്യാറായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ടാകുന്നത്. അത് നമുക്ക് ബാഗ് ഒരുവിധം ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാഗ് ഫ്രോക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതും ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. ഇപ്പം നമുക്ക് 10 സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നെങ്കിൽ 10 ചെയിൻ സ്റ്റിച്ച് പ്ലസ് 3 എക്സ്ട്രാ എടുക്കണം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതെടുക്കുമ്പോഴും പ്ലസ് കൂട്ടിയെടുക്കുന്ന കാര്യം. ഇതിപ്പോൾ ഡബിൾ ക്രോഷ്യയിൽ 3 സ്റ്റിച്ചാണ് കൂടുതലെടുക്കേണ്ടത്. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് ഈ 3 ചെയിൻ വിട്ട് 4ാമത്തെ ചെയിനിലെ ലൂപ്പിനുള്ളിലൂടെ നമ്മുടെ വർക്കിംഗ് ആണ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ലൂപ്പായിരിക്കും സൂചി ഹുക്കിലുണ്ടാവുക. അതിനുശേഷം വർക്കിംഗ് ആണ് എടുത്ത് 2 ലൂപ്പിലൂടെ കടത്തി പുറത്തേക്ക് വലിക്കുക. അപ്പോൾ വീണ്ടും 2 ലൂപ്പായിരിക്കും ഉണ്ടാവുക. വീണ്ടും വർക്കിംഗ് ഞാൻ 2 ഉണ്ടാവുക. അതാണ് ഡബിൾ ക്രോഷ്യ. നേരത്തെ നമ്മൾ സിംഗിളായിട്ട് വലിച്ചെടുത്തു. ഇത് ഡബിളായിട്ട് 2 വലിച്ചെടുക്കണം. 2 3 ലൂപ്പ് ഹുക്കിൽ 3 ലൂപ്പ് വരുമ്പോൾ 2 ഒരുമിച്ച് വർക്കിംഗ് ഞാൻ വലിച്ചെടുത്ത് വീണ്ടും നെക്സ്റ്റ് യാൺ ഓവർ ചെയ്ത് ബാക്കി 2 കൂടെ വലിച്ചെടുക്കണം. ഇതാണ് ഡബിൾ ക്രോഷ്യ വരുന്നത്. നമുക്ക് ചെയ്ത സിമ്പിളായിട്ട് യാൺ ഓവർ ചെയ്ത് ചെയിനിലൂടെ കടത്തി വിട്ട് 2 കൂടെ വീണ്ടും വലിച്ച് വീണ്ടും യാൺ ഓവർ ചെയ്ത് വീണ്ടും 2 കൂടെ വലിക്കുക. അങ്ങനെ 2 സെറ്റായിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യയിൽ വരുന്നത്. ഡബിൾ ക്രോഷ്യ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെയാണ് ഡബിൾ ക്രോഷ്യയും വരുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷ്യ നമുക്ക് ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. അതായത് നമ്മൾ ഒരുവിധമൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഡബിൾ ക്രോഷ്യ എന്നല്ല, എല്ലാ സ്റ്റിച്ചും നമുക്ക് സെയിം ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്ന പോലെ കേൾക്കുന്ന പോലെ അല്ല, ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന വിധം. നമുക്കത് മുന്നത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. അതാണ് ഞാൻ അത്ര സ്പീഡിൽ പറഞ്ഞത്. കാരണം സിമ്പിളാണത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഡബിൾ ക്രോഷ്യ ചെയ്തു. അത് അടുത്തൊരു സ്റ്റിച്ചും കൂടി ഉള്ളത് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയും. ഇതിലും സിമ്പിളാണ്. ഏറ്റവും എല്ലാ സ്റ്റിച്ചുകളും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണിത്. നമ്മൾ സാധാ പോലെ ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നു. ഇപ്പോൾ എത്ര നമുക്ക് 10 ചെയിൻ സ്റ്റിച്ചാണ് വേണമെങ്കിൽ 13 + 10 + 13 14 എടുത്താലും കുഴപ്പമില്ല. 3 എടുത്തോ കുഴപ്പമില്ല. 4 ആയാലും പ്രശ്നമില്ല എന്ന് മാത്രം. അതിനുശേഷം 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യണം. എന്നിട്ട് മറ്റേ 4ാമത്തെ ചെയിനിലെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഡബിൾ ക്രോഷ്യയിൽ 1 പ്രാവശ്യമല്ലേ യാൺ ഓവർ ചെയ്തത്. ഇത് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ഇപ്പം
നമ്മൾ എക്സ്ട്രാ 3 എടുത്തു. 4ാമത്തെ ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം yarn over ചെയ്ത് പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കണം നമ്മുടെ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് 4 എണ്ണം കിടക്കും ഹുക്കിൽ. ആദ്യം 2 എണ്ണം, അപ്പോൾ 3 എണ്ണം, 3 ഹുക്ക് ലൂപ്പ് വരും. വീണ്ടും 2 എണ്ണം, അപ്പോൾ 2 ലൂപ്പ് വരും. വീണ്ടും 2 എണ്ണം. അങ്ങനെ 3 പ്രാവശ്യം ഈ ലൂപ്പ് പുറത്തേക്ക് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 പ്രാവശ്യം വർക്ക് ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് എടുക്കണം. അതിനാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അല്ല, ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷ്യ 2 പ്രാവശ്യം, സിംഗിൾ ക്രോഷ്യ ഹാഫ് ഡബിൾ ക്രോഷ്യ 1 പ്രാവശ്യം, സിംഗിൾ ക്രോഷ്യ 1 പ്രാവശ്യം ചെയ്താൽ അത് നമ്മൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. 2 പ്രാവശ്യം yarn over ചെയ്തതിന് ശേഷം ചെയിൻ ലൂപ്പിലൂടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് yarn over ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിനകത്ത് 4 ലൂപ്പ് ഉണ്ടാവും. മറ്റേ ഡബിൾ ക്രോഷ്യ ചെയ്തപ്പോൾ 3 yarn ഇത് 4 yarn ഉണ്ടാവും. 2 എണ്ണം ആദ്യം, പിന്നീട് 2 എണ്ണം, പിന്നീട് 2 എണ്ണം. മുന്നേ ചെയ്തതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഡബിൾ ക്രോഷ്യ ചെയ്തവർക്ക് ട്രിപ്പിൾ ക്രോഷ്യ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കാണും ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുള്ളൂ. സിമ്പിളാണ്. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇത് ഡബിൾ ക്രോഷ്യ, ഇത് ട്രിപ്പിൾ ക്രോഷ്യ. സ്റ്റിച്ചുകളുടെ വീതിയുടെ വ്യത്യാസം കണ്ടോ? ഓരോ സ്റ്റിച്ചിലും വീതി വ്യത്യാസം വരും. മനസ്സിലായോ? ബാക്കിയൊക്കെ സെയിമാണ്. വീതി കണ്ടോ?